ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് പ്രത്യേകിച്ചും ഈ നവമാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും നമ്മുടെ നീതി നിർവഹണത്തെ തന്നെ ബാധിക്കും വിധം നടത്തുന്ന മാധ്യമ വിചാരണ അഥവാ മീഡിയ ട്രയലിനെ ഭരണഘടനാപരമായി സ്വകാര്യത ഒരാളുടെ മൗലിക അവകാശമാണെന്നിരിക്കെ അതിനെ യാതൊരു തരത്തിലും ഗൗനിക്കാത്ത വിധത്തിൽ വളരെ കുറ്റകരമായ രീതിയിൽ ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി വാർത്താ റേറ്റിംഗ് കൂട്ടുക എന്നുള്ള മാത്രം ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒട്ടനവധി യാതൊരു പ്രൊഫഷണൽ എത്തിക്സിനെയും മാനിക്കാത്ത വിധത്തിലുള്ള പ്രവണതകൾ മാധ്യമരംഗത്ത് ഇന്ന് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ എന്തുകൊണ്ട് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് നീതി നിർവഹണ സംവിധാനത്തിന്റെ ഏറ്റവും മൗലികമായ തത്വം ഒരാൾ കുറ്റാരോപിതനായ ഒരാൾ അയാൾ കുറ്റമറ്റ രീതിയിൽ തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ നിരപരാധ ആണെന്ന നിഗമനത്തിലാണ് എന്നുള്ളത്. ഈ വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അഡ്വക്കേറ്റ് ഹസൻ, പലപ്പോഴും നമ്മൾ ഉൾപ്പെടെയുള്ള അഭിഭാഷക സമൂഹം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് ഈ പോക്സോ പോലെയുള്ള കേസുകൾ തന്നെ എടുക്കുക. ഭീമമായ തോതിൽ കള്ളക്കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ആളുകൾ പരസ്പരമുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കുട്ടികളെ അതിനുവേണ്ടിയുള്ള ടൂളാക്കി വ്യാജമായ കേസുകൾ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിന് നമുക്ക് എന്തൊക്കെ വിധത്തിലുള്ള എന്തെങ്കിലും പരിഹാര നിർദ്ദേശങ്ങൾ സാധ്യമാണ്? നല്ലൊരു ടോപ്പിക്കാണ് മുമ്പോട്ട് വെച്ചത്. പക്ഷേ ഇത് വർഷങ്ങളായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ തുടങ്ങിയത് എനിക്ക് തോന്നുന്നൊരു 10-20 വർഷത്തിനിപ്പുറമായിട്ട് ഈ ദൃശ്യ മാധ്യമങ്ങളുടെ ഈ മത്സരവും പിന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഒരു അതിരുകടന്ന ഇടപെടലോ ഒരു പ്രധാന ഘടകം. ഒട്ടേറെ കേസുകളിൽ ഹൈക്കോടതികളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സൊന്നും റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഈ ദൃക്സാക്ഷികളും കേസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ അപകടകരമായ രീതിയിൽ കേസിനെ സ്വാധീനിക്കാം. അതുമാത്രമല്ല, വിചാരണ കോടതികൾ ജാമ്യം നൽകുന്ന സാഹചര്യത്തിൽ കുറ്റകൃത്യങ്ങളെയും അതിൻ്റെ കുറ്റവിചാരണയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ കുറ്റകൃത്യത്തിൻ്റെ അന്വേഷണത്തെയും അതിൻ്റെ വിചാരണയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള മാധ്യമ വിചാരണ വളരെ ദോഷകരമായ രീതിയിൽ. അതെ, തീർച്ചയായിട്ടും ഈ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്നത്, ഓർമ്മ ശരിയാണെങ്കിൽ 2021-22 കാലഘട്ടത്തിലായിരിക്കണം ഹരിയാനയിൽ റയാൻ ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു പ്രദ്യുമ്നൻ താക്കൂർ എന്ന പേരിൽ ഒരു കൊച്ചുകുട്ടി കൊല ചെയ്യപ്പെട്ടു. അവിടുത്തെ സ്കൂൾ ബസ് ഡ്രൈവറാണ് കുറ്റവാളി എന്നുള്ള നിലയിൽ മാധ്യമങ്ങളിൽ ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ഇയാളെ കുറ്റവാളിയാണെന്നുള്ള നിലയിൽ അതെ, ഒടുവിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അയാളെ ബ്രൂട്ടലായി പോലീസ് പീഡിപ്പിക്കുന്നു. സ്കൂളുകാർ ഈ വാർത്ത മാത്രം കേട്ടിട്ട് മുഖം രക്ഷിക്കാൻ വേണ്ടി അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഒന്നും നിയമത്തെക്കുറിച്ച് മാധ്യമ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അടിസ്ഥാനപരമായ ധാരണയില്ല, പൊതുജനങ്ങൾക്കും ഇല്ല. അപ്പോൾ നിയമം എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നൊക്കെ നമ്മുടെ അടിസ്ഥാന തത്വമാണെങ്കിലും നിയമത്തെക്കുറിച്ച് ആളുകൾക്ക് ഒരു ധാരണയില്ല. വ്യാപകമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് നിയമ ക്ലാസുകൾ, നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങളായി കൊടുക്കുന്നത് ഇതൊക്കെ സമൂഹത്തെ തെറ്റായ എന്ന് മാത്രമല്ല, ജുഡീഷ്യറിയെ കുറിച്ചും ഈ നീതിന്യായ സംവിധാനത്തെ കുറിച്ചും ഈ പോലീസിങ്ങിനെ കുറിച്ചും ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും ഒക്കെ തെറ്റായ ഒരു ധാരണയും ഒരു സാമൂഹ്യ ബോധ്യവും വളർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് അവിടെ ഒന്നും തന്നെ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലികാവകാശമായ സ്വകാര്യത യാതൊരു വിധത്തിലും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത വിധത്തിലാണ് ഈ മാധ്യമങ്ങൾ പെരുമാറുന്നത്. അതിൽ ഏറ്റവും ഉദാഹരണം എന്ന് പറയാൻ ഈ സെലിബ്രിറ്റി ആയിരുന്ന മരണപ്പെട്ട സുശാന്ത് സിംഗിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡയറിയിലെ പേജുകൾ ഇന്ത്യൻ മീഡിയ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് സുപ്രീം കോടതിയൊക്കെ അതിനെ കണ്ടം ചെയ്ത സാഹചര്യം ഉണ്ടായി. ഏറ്റവും അടുത്തായിട്ട് ഒടുവിൽ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു, ജസ്റ്റിസ് ചന്ദ്രചൂഡ് അടക്കമുള്ളവർ പറഞ്ഞതാണ്, ഈ ഒരു മാനുവൽ ഉണ്ടായിരിക്കണം. പോലീസ് നിലവിലുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് മീഡിയ ചെയ്യുമ്പോൾ അതിനൊരു കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം. കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ തീർച്ചയായും യൂണിഫോം ആയ ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കും നടക്കുക എല്ലാ മാധ്യമങ്ങളിൽ നിന്നും. ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കനുസരിച്ചാണ്. തെറ്റായ വാർത്ത കൊടുക്കുന്നിടത്ത് മാത്രമല്ല ഈ അന്വേഷണത്തെയും ഈ നീതിന്യായ സംവിധാനത്തെയും ബാധിക്കും. ചിലപ്പോൾ ചില ശരികൾ കൊടുക്കുന്നത് അപകടമാണ്. അന്വേഷണത്തിന്
അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ചില ശരികൾ, അതെ അതെ, സത്യം, ചില അഭിപ്രായങ്ങൾ പറയുന്നത് പോലും അന്വേഷണത്തെ ബാധിക്കാം. ഈ മാധ്യമങ്ങൾ വരുന്ന മൊഴിക്ക് വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ പോലീസ് ഈ കേസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. ഈ മാധ്യമത്തിൽ കൊടുത്ത വീഡിയോ ക്ലിപ്പിംഗ് ഒക്കെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇപ്രകാരം നിങ്ങൾ മൊഴി നൽകിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിന് വിരുദ്ധമാകത്തക്ക രീതിയിലുള്ള മൊഴികൾ കോടതി കൊണ്ടുവരികയും സാക്ഷിയുടെ ക്രെഡിബിലിറ്റി തന്നെ പൂർണ്ണമായിട്ട് അത് ഇന്ത്യ വിഷനിൽ വന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഒരു എനിക്ക് തോന്നുന്നു അതിലെ അതിജീവിത ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് എടുത്ത ഇന്റർവ്യൂ വലിയ ദോഷകരമായ രീതിയിൽ ആ കേസിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഒരു സെൽഫ് റെസ്ട്രെയിന്റ്, ഒരു ആത്മനിയന്ത്രണം പാലിക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ഉണ്ടാകുന്നതിന്റെ ഇരട്ടി അപകടം സമൂഹ മാധ്യമങ്ങൾ ചാനലുകളാണ്. അതായത് ഏതെങ്കിലും ഒരു തരത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി മറ്റോ വന്നിട്ടൊരു അല്പം ഒരു റീച്ചൊക്കെ വന്നു കഴിയുമ്പോൾ അയാൾ ഉടനടി ഒരു യൂട്യൂബ് ചാനലിലേക്ക് ന്യൂസ് ചാനലിലേക്കൊക്കെ മാറുകയാണ്. ഒരു പ്രഥമ ദൃഷ്ടിയ എന്തെങ്കിലും വിധത്തിലുള്ള തെളിവുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് കണ്ടെത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇയാളെ ഒരു പ്രതിയാക്കി അല്ലെങ്കിൽ അയാൾ കുറ്റവാളിയാക്കി ചിത്രീകരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാൾക്കുണ്ടാകുന്ന അയാളുടെ എന്തൊക്കെ അവകാശങ്ങളാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളൊക്കെ അതൊക്കെ ഒരു എടുത്തുചാട്ടം കാണിച്ചു എന്നാണ് കാര്യം. ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നു. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ ആരോപണങ്ങളെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടി കോടതിയിൽ. അപ്പൊ അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. മാത്രമല്ല ഒരു ഏറ്റവും വലിയ തമാശ, ഒരു ചലച്ചിത്ര താരവും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയ ഒരാൾക്കെതിരായി ജില്ലാ കോടതി ജാമ്യം നൽകിയ ഒരു കേസിനകത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഈ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ നിയമോപദേശം കൊടുത്തു. 354-ഉം 509-ഉം ആയിരുന്നു അതിനകത്ത് ഒഫൻസ്. അപ്പൊ എത്ര അപകടകരമായ രീതിയിലാണ് ഒരു നീതിന്യായ സംവിധാനത്തെ അതിനകത്തുള്ളവർ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് മാധ്യമ വിചാരണ നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളാണെങ്കിൽ പോലും ജനം സ്വാഭാവികമായും പലപ്പോഴും ഇത്തരം വാർത്തകളോട് വളരെ വൈകാരികമായി പ്രതികരിക്കാം. പക്ഷെ ഒരു സിസ്റ്റത്തിന്, ഒരു നീതി നിർവഹണ സംവിധാനത്തിന് ഒരിക്കലും അത്തരം വൈകാരികമായ പ്രതികരണത്തിന്റെ പിന്നാലെ പോകാൻ സാധിക്കില്ല. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊല്ലത്ത് നടന്ന വാഹനാപകട കേസിനകത്ത് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗിന്റെ ഭാഗമായിട്ടാണ് അപകടം ഉണ്ടായതെന്ന് പറയുമ്പോൾ തന്നെയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയൊക്കെ പ്രതികരണപ്പെട്ടു എന്ന് മാത്രമല്ല, അതിൽ ആ പെൺകുട്ടിയെ പ്രേരണ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ ഭൂതകാലമൊക്കെ എടുത്തു വെച്ച് ചർച്ച ചെയ്യുകയാണ്. വിവാഹം കഴിച്ചിരുന്നു. സത്യം, നമ്മളൊരു പ്രബുദ്ധ കേരളം അവകാശപ്പെടുന്ന നമ്മൾക്ക് എങ്ങനെ ഒരു പൊതുവേദിയിലേക്കൊക്കെ വന്നിരുന്നു ഇതൊക്കെ ചർച്ച ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ഒരു ഭൂതകാലത്തെ കുറിച്ച് നമ്മൾ വിഴുപ്പല്ല. കുറ്റകൃത്യം ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിന് ശരിയായ അന്വേഷണ സംവിധാനങ്ങളുണ്ട്, കോടതികളുണ്ട്. അവർക്കും നിയമസഹായം നേടാൻ അവകാശമുണ്ട്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഈ പ്രതിയേർക്കപ്പെട്ടയാൾ നിരപരാധിയാണെന്ന് കൊണ്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കുറ്റക്കാരിയല്ല എന്ന് കണ്ട് വെറുതെ വിടപ്പെടുകയോ ചെയ്തേക്കാം. ഈ ആരോപണങ്ങൾ ഒരുപക്ഷെ അടിസ്ഥാനമായിരിക്കാം. എന്തെങ്കിലും ഈ കുറ്റാരോപിതരെല്ലാം കുറ്റക്കാരാവണമെന്നൊന്നുമില്ല. ഒരു കുറ്റവിമുക്തരാക്കപ്പെടുകയോ അല്ലെങ്കിൽ കുറ്റവാളിയല്ല എന്ന് കാണപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം അതിന് അന്ന് ഈ മാധ്യമങ്ങളൊന്നും അതിന് ഈ പ്രാധാന്യം കൊടുക്കുകയില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒക്കെ തന്നെ നമ്മുടെ ഈ നീതി നിർവഹണ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന തലത്തിലേക്ക് മാത്രമാണ് പോവുക. തീർച്ചയായിട്ടും ഇത്തരം വാർത്തകളെ പിൻപറ്റി അത്തരം ചർച്ചകൾക്ക് കാതോർക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് സ്വകാര്യത ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അന്തസ്സായി ജീവിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണമെന്നുള്ളതാണ് ഈ ചർച്ച കൊണ്ട് മുന്നോട്ട് വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.